ഇപ്പോൾ ഈ മത്സരം തത്സമയം കാണാൻ അവിടെ പോയിരുന്ന അല്ലെങ്കിൽ ആ സംഭവ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഇബ്രാഹിം ചേരുന്നുണ്ട്. ഡോക്ടർ ഇബ്രാഹിം, ഈ അപകടം നടന്ന സമയം താങ്കൾ അവിടെ ഗാലറിയിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതെ അതെ അതെ, ഞാനിവിടെ കളി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. കളിയുടെ പോസ്റ്റിന്റെ പുറകുവശത്തുള്ള ഗാലറിയാണ് പെട്ടെന്ന് പൊട്ടി താഴെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കളി ഏകദേശം അവസാന നിമിഷത്തോട് അടുത്തിരുന്നു. ആ ഒരു സമയത്താണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത്. നിലവില് പ്രശ്നങ്ങൾ അത്ര ഗുരുതരമല്ല. എന്നിരുന്നാൽ പോലും ഒത്തിരി പേർക്ക് ചെറിയ സാരമായ പരിക്കുകൾ ഉണ്ട്. അവരെ നിലവിൽ ആശുപത്രികളിലേക്ക് ആംബുലൻസിലും അതുപോലെ തന്നെ മറ്റ് ചെറു വാഹനങ്ങളിലെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. നിലവിൽ ഇവിടുത്തെ ക്രമസമാധാനം എല്ലാം നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു തരത്തിലാണ്. പ്രത്യേകിച്ച് വലിയ ഗുരുതരമായ പരിക്കുകളൊന്നും തന്നെ കാണുന്നില്ല. ഇത് താൽക്കാലികമായി ഉണ്ടാക്കിയിരുന്ന ഒരു ഗാലറി ആണെന്ന് മനസ്സിലാക്കുന്നു. മുളയോ കവുങ്ങിൻ തടികളൊക്കെ വെച്ചുണ്ടാക്കിയതാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. പൊതുവെ കാണപ്പെടുന്ന ഗാലറിയിൽ പെട്ടിട്ടുള്ള ഒരു കാറ്റഗറിയിലുള്ള ഗാലറി തന്നെയാണ്. കഴുങ്ങിന്റെ പലകൾ കൊണ്ടുള്ള ഗാലറി തന്നെയാണ്. അതിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇരുമ്പിന്റെ കുത്തുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ടൂർണമെന്റ് കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ നടന്നു വരുന്നതാണ്. അപ്പോഴൊന്നുമുള്ള ഇങ്ങനെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബലക്ഷയമോ ഒന്നും ശ്രദ്ധയിൽ വന്നിട്ടില്ലല്ലോ അല്ലേ? ഇതിന് മുൻപുള്ള കളികൾ ഞാൻ കാണാൻ വന്നിരുന്നു. അന്നെല്ലാം സേഫ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നത്. കമ്മിറ്റിയൊക്കെ കാര്യങ്ങൾ നല്ലപോലെ നോക്കിയിരുന്നു. പക്ഷെ ഇന്ന് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. ഇന്ന് ഫൈനൽ കൂടിയാണ്. ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു കളി വീക്ഷിക്കാൻ. ഫൈനലായതുകൊണ്ട് തന്നെ സാധാരണയിൽ ഇതുവരെ ടൂർണമെന്റ് തുറന്നു വന്ന ദിവസങ്ങൾക്ക് അധികമായി ആളുകൾ ഇന്ന് എത്തിയിരുന്നു, കാണികൾ ഉണ്ടായിരുന്നു. ഇന്ന് കാണികളുടെ എണ്ണത്തിൽ തീർച്ചയായും വർധനവുണ്ട്. വളരെയധികം വർധനവ് തന്നെ വേണമെങ്കിൽ പറയാം. എന്നിരുന്നാൽ പോലും ഇങ്ങനെ അപകടം ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. കളി സ്മൂത്തായിട്ടായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും വിശദമായി നമ്മൾ നോക്കേണ്ടി വരും. ഏതായാലും കാര്യമായ പരിക്കുകൾ ആർക്കും ഇല്ല എന്ന് ഉറപ്പിക്കാമല്ലോ അല്ലേ? നിലവിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നില്ല. ഞാനിവിടെ സംഭവ സ്ഥലത്തുണ്ട്. നിലവിൽ ചെറിയ ചെറിയ പരിക്കുകളേ ഉള്ളൂ. പക്ഷെ കുറെ പേരൊക്കെ കിടത്തിയിട്ടാണ് ആ ആംബുലൻസിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അത് ഇനി ഹോസ്പിറ്റലിൽ എത്തി നോക്കിയിട്ട് വേണം അറിയാൻ. നിലവിൽ കാഴ്ചയിൽ അങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പരിക്ക് കാണുന്നില്ല. ഡോക്ടർ ഇബ്രാഹിം, ഈ പെട്ടെന്ന് തന്നെ ആളുകളെ അവിടെ നിന്ന് മാറ്റാൻ പറ്റിയോ? അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു? ഇത്ര ആളുകളൊക്കെ കൂടുന്ന സമയമാകുമ്പോൾ ഒരു ആംബുലൻസ് സേവനമൊക്കെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ? ആംബുലൻസ് സൗകര്യം നിലവിൽ ഉണ്ടായിരുന്നു. പരിക്ക് പറ്റിയ ഉടൻ തന്നെ ആംബുലൻസ് എത്തി വേണ്ട സാഹചര്യം കൈകാര്യം ചെയ്യാൻ അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുകാരും ജനങ്ങളും അവരുടെ കയ്യിലുള്ള മറ്റ് വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളിലും അതുപോലെ 4 വീലേഴ്സിലും എല്ലാം കഴിയുന്ന പോലെയെല്ലാം ആളുകളെ മാറ്റിയിട്ടുണ്ട്. കുട്ടികളെയൊക്കെ മണ്ഡലത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസുകാരും ഒക്കെ നിലവിലിവിടെ ഉണ്ട്. അവരെല്ലാവരും സെക്യൂരിറ്റി ആയിട്ട് ഉണ്ടായിരുന്നു. അവർ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നാട്ടുകാരും അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ കാഴ്ചയിൽ പ്രശ്നങ്ങൾ കാണുന്നില്ല. എന്നിരുന്നാൽ പോലും കുറെ പേരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരെ ഏതൊക്കെ ആശുപത്രിയിലേക്കാണ് മാറ്റിയത് എന്ന വിവരം അറിയാമോ? അത് അറിയാൻ ഇപ്പൊ സാധിക്കില്ല. കാരണം അത് സംഭവിച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് പോലും ആയിട്ടില്ല. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലുകൾക്ക് ആവാം, അറിയില്ല, വ്യക്തമായിട്ട് അറിയില്ല. നന്ദി ശ്രീ ഇബ്രാഹിം. ഡോക്ടർ ഇബ്രാഹിമാണ് നമ്മളോടൊപ്പം ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം ആ മത്സരം വീക്ഷിക്കുവാൻ ഗാലറിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഏതായാലും നിഖിൽ പ്രമേഷ് തുടരുന്നുണ്ട്. നിഖില്, ഇപ്പോൾ ആ മത്സരം കാണാൻ അവിടെ പോയിരുന്ന ഡോക്ടർ ഇബ്രാഹിം പറയുന്നത് കാര്യമായ അല്ലെങ്കിൽ ആശങ്കാജനകമായ പരിക്കുകൾ ആർക്കും ഇല്ല എന്നതാണ്. ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരവും അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും ഗോകുൽ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ ആശങ്ക തോന്നുമെങ്കിലും അത്ര ആശങ്കപ്പെടുത്തേണ്ടുന്ന സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും മറ്റും ലഭ്യമാകുന്ന വിവരങ്ങൾ. സംഭവ സ്ഥലത്ത് നിന്ന് ഈ പരിക്കേറ്റ ആളുകളെയും കൊണ്ടുള്ള ആംബുലൻസുകൾ പുറപ്പെട്ടിട്ടുണ്ട്. പട്ടാമ്പിയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഈ രോഗികൾ എത്തുമ്പോൾ, പരിക്കേറ്റ ആളുകൾ എത്തുമ്പോൾ അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് പട്ടാമ്പി CI വ്യക്തമാക്കുന്നത്. കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തി എന്നും അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. അതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇതൊരു ഫൈനൽ മത്സരമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയധികം ആളുകൾ ഈ ഗാലറിയിലേക്ക് എത്തിച്ചേരാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കിയത്. ഒരുപാട് അധികം ആളുകൾ ഒരേ സമയം ഈ ഗാലറിയിലേക്ക് എത്തിയതാണ് ഈ അപകടത്തിന്റെ തോത്. ഏതായാലും പട്ടാമ്പിയിൽ വല്ലപ്പുഴയിൽ നടന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനലായിരുന്നു ഇന്ന്. അവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ടൂർണമെന്റ് നടന്നു വരികയായിരുന്നു. ഈ ഫൈനൽ മത്സരത്തിനിടെയാണ് ഗാലറി തകർന്നത്. ഏതാനും ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗാലറിയിൽ
നിറയെ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ മത്സരം തത്സമയം കണ്ടിരുന്ന അല്ലെങ്കിൽ ആ ഗാലറിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഇബ്രാഹിം 24 പറഞ്ഞത്. നിഖിൽ പ്രമേഷ് നൽകുന്ന വിവരവും നിറയെ ആളുകൾ ഉണ്ടായിരുന്നു ഗാലറിയിൽ കാണികളായി. പക്ഷേ ആരുടെയും പരുക്ക് സാരമല്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വലിയ ആശങ്ക തോന്നുന്ന അല്ലെങ്കിൽ പേടി തോന്നുന്ന വിഷ്വലാണ്. ഒരു ഭാഗമാകെ ഗോൾ പോസ്റ്റിന് പിന്നിലുള്ള ഭാഗം, ഒരു വശത്തെ ഗോൾ പോസ്റ്റിന് പിന്നിലുള്ള ഭാഗമാണ്. അവിടെ ഏതാണ്ട് ആ വശത്തെ ഗാലറിയുടെ ഒരു കാൽഭാഗത്തോളം തകർന്നു വീഴുന്നുണ്ട്. ഒരു 100-ലധികം ആളുകൾ അല്ലെങ്കിൽ 200-ലധികം ആളുകൾ ഇരുന്ന അവരുടെ ഇരിപ്പിടമാണ് ആ തകർന്നു വീണത്. പക്ഷേ കാര്യമായ പരിക്കുകളില്ലാതെ ആളുകൾ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാനും ചില ആളുകളെ ആശുപത്രിയിലേക്ക് പരിക്കുകളുമായി മാറ്റിയിട്ടുണ്ട്. പട്ടാമ്പിയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഈ കാണികളിൽ പരിക്കേറ്റവരെ മാറ്റിയിരിക്കുന്നത്. പക്ഷേ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.